മലർവാടിക്ക് 2 റൗണ്ടായിരുന്നു ഓഡീഷൻ കഴിഞ്ഞ് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്നാണ് നിവിനെ കാണുന്നത്. 5 പേർ തിരഞ്ഞ് ഒരു ഗ്രൂപ്പായി. ഓരോരുത്തരും സ്വന്തമായി തിരക്കഥ എഴുതി വന്ന് പെർഫോം ചെയ്യണം. പിന്നെ കുറച്ച് സിനിമകളിലെ ഡയലോഗുകൾ പറയണം. അപ്പോൾ അവിടെയുള്ള ഒരു പയ്യൻ തകർത്ത് അഭിനയിക്കുകയാണ്. വളരെ കൺവിൻസിംഗ് ആയ പെർഫോമൻസ് ആണ്. ആ ശബ്ദം, ഡയലോഗ്, ഡെലിവറിയൊക്കെ കേട്ടപ്പോൾ എല്ലാവരും പെർഫോമൻസ് കാണാനായി അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇയാളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് തോന്നി. 10 വർഷം കഴിഞ്ഞു. 2000-ൽ പാസ് ഔട്ട് ആയതാണ് നമ്മൾ. അങ്ങനെ പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത്. അത് വല്ലാത്ത ഒരു നിമിഷമായിരുന്നു. അയാളുടെ ഒരു ഫാനായി മാറിയതിനു ശേഷമാണ് വീണ്ടും പരിചയപ്പെടുന്നത്. ഓൺ സ്ക്രീനിലെ ആ പഴയ വൈബുള്ള നിവിൻ പോളിയെ ഞാൻ മിസ് ചെയ്യാറുണ്ട്, അജു വർഗീസ് പറഞ്ഞു.